ലോകം പശ്ചിമേഷ്യയിലെ യുദ്ധഭീതിയിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ കിഴക്കൻ ഏഷ്യയിൽ നിന്നും മുഴങ്ങിക്കേൾക്കുന്ന കിം ജോങ് ഉന്നിന്റെ വാക്കുകൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് തന്റെ രാജ്യം പിന്തുടരുന്ന ആണവായുധ നയം 100% ശരിയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഉത്തര കൊറിയയുടെ സുപ്രീം പീപ്പിൾസ് അസംബ്ലിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം വാഷിംഗ്ടണിലും സഖ്യകക്ഷികൾക്കും നൽകുന്ന കടുത്ത മുന്നറിയിപ്പാണ്. അമേരിക്കയുടെ നയതന്ത്ര ചതിക്കുഴികളിൽ വീഴാതെ സ്വന്തം സൈനിക കരുത്ത് വർദ്ധിപ്പിച്ചത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്നും കിം വാദിക്കുന്നു. ഇറാൻ നേരിടുന്ന നിലവിലെ പ്രതിസന്ധിയെ തനിക്ക് അനുകൂലമായൊരു രാഷ്ട്രീയ ആയുധമായാണ് കിം ജോങ് ഉൻ ഉപയോഗിക്കുന്നത്. ആണവായുധങ്ങൾ ഇല്ലാത്ത രാജ്യങ്ങളെ അമേരിക്ക സൈനികമായി വേട്ടയാടുമെന്നും എന്നാൽ ആണവശക്തിയുള്ള രാജ്യങ്ങളെ അവർ ഭയപ്പെടുമെന്നുമുള്ള ഉത്തര കൊറിയയുടെ ദീർഘകാല നിലപാടിന് അടിവരയിടുന്നതാണ് ഇറാനിലെ സംഭവവികാസങ്ങളെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളിൽ നിന്ന് പിന്മാറിയതും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പരിശോധനകൾക്ക് വഴങ്ങിയതുമാണ് അമേരിക്കയ്ക്ക് അവിടെ അധിനിവേശം നടത്താൻ ധൈര്യം നൽകിയത് എന്നതാണ് കിമ്മിന്റെ പക്ഷം. ലിബിയയിലെ ഗദ്ദാഫിയുടെയും ഇറാഖിലെ സദ്ദാം ഹുസൈന്റെയും പതനം സൂചിപ്പിച്ചുകൊണ്ട് ആണവായുധം ഉപേക്ഷിക്കുന്ന ഏതൊരു ഭരണകൂടവും അമേരിക്കയുടെ ഭരണകൂട ഭീകരതയ്ക്ക് ഇരയാകുമെന്ന കർക്കശമായ മുന്നറിയിപ്പാണ് കിം നൽകുന്നത്. ഉത്തര കൊറിയയുടെ ആണവ പദവി ഇനി ആർക്കും മാറ്റാനാവാത്ത വിധം ഉറച്ചുപോയതായി കിം പ്രഖ്യാപിച്ചു. മുൻകാലങ്ങളിൽ നയതന്ത്ര ചർച്ചകളിൽ ആണവ നിരായുധീകരണം എന്ന വിഷയം ഉയർന്നു വന്നിരുന്നുവെങ്കിലും ഇനി മുതൽ അന്താരാഷ്ട്ര ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഉത്തര കൊറിയ ഒരു ആണവ ശക്തിയായി ലോകം അംഗീകരിക്കുക എന്നതല്ലാതെ മറ്റൊരു പോംവഴിയും അമേരിക്കയ്ക്ക് മുന്നിലില്ല. ഉപരോധങ്ങൾ എത്ര കഠിനമായാലും ആണവായുധങ്ങൾ ഉപേക്ഷിക്കില്ലെന്ന് രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഭാഗമായി മാറിയിരിക്കുന്നു. ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചർച്ചാ താൽപര്യങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാണ് നൽകുന്നത്. വാഷിംഗ്ടണിനെതിരെ കടുത്ത ഭാഷയിലാണ് കിം വിമർശനം ഉന്നയിച്ചത്. അമേരിക്കയുടേത് വെറും നയതന്ത്രമല്ല, മറിച്ച് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്തുന്ന ഭരണകൂട ഭീകരതയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഉപരോധങ്ങളിലൂടെ ഉത്തര കൊറിയൻ ജനതയെ പട്ടിണിക്കിട്ടും ഭീഷണിപ്പെടുത്തിയും തകർക്കാൻ അമേരിക്ക ശ്രമിച്ചു. എന്നാൽ ഈ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത തന്റെ തീരുമാനം ശരിയായിരുന്നുവെന്ന് നിലവിലെ ആഗോള സാഹചര്യങ്ങൾ തെളിയിക്കുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അമേരിക്കയുടെ ശത്രുതാപരമായ നയങ്ങൾ അവസാനിക്കാതെയും കൊറിയൻ ഉപദ്വീപിലെ തങ്ങളുടെ സൈനിക സാന്നിധ്യം പിൻവലിക്കാതെയും ഇനിയൊരു നയതന്ത്ര ചർച്ചയ്ക്കും പ്രസക്തിയില്ലെന്ന് ഉത്തര കൊറിയ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രസംഗത്തിന്റെ ആവേശം കെട്ടടങ്ങുന്നതിന് മുൻപേ ഉത്തര കൊറിയ തങ്ങളുടെ സൈനിക ശക്തി വീണ്ടും പ്രദർശിപ്പിച്ചു. പുതിയ യുദ്ധക്കപ്പലുകളിൽ നിന്നുള്ള അത്യാധുനിക ക്രൂയിസ് മിസൈൽ പരീക്ഷണങ്ങളും റോക്കറ്റ് വിക്ഷേപണങ്ങളും നടത്തിക്കൊണ്ട് തങ്ങൾ ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാണെന്ന് കിം ലോകത്തെ അറിയിച്ചു. പുതിയ തരം മിസൈലുകൾ അമേരിക്കയുടെയും ദക്ഷിണ കൊറിയയുടെയും പ്രതിരോധ കവചങ്ങളെ ഭേദിക്കാൻ ശേഷിയുള്ളതാണെന്നും പ്യോങ്യാങ് അവകാശപ്പെടുന്നു. അന്തർവാഹിനികളിൽ നിന്നും തൊടുക്കാവുന്ന മിസൈലുകളുടെ വികസനം പൂർത്തിയായതോടെ അമേരിക്കൻ ഭൂഖണ്ഡത്തെ നേരിട്ട് ആക്രമിക്കാനുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. കിം ജോങ് ഉന്നിന്റെ ഈ പുതിയ പ്രഖ്യാപനം കിഴക്കൻ ഏഷ്യയിലെ സുരക്ഷാ സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിക്കും. ഉത്തര കൊറിയയുടെ ആയുധ പരീക്ഷണങ്ങൾ ജപ്പാനെയും ദക്ഷിണ കൊറിയയും വലിയ ഭീതിയിലാക്കുന്നു. ഇത് ഈ മേഖലയിൽ കൂടുതൽ അമേരിക്കൻ ആയുധങ്ങൾ വിന്യസിക്കുന്നതിനും കാരണമാകും. ഇറാൻ സംഘർഷത്തിനിടയിൽ ഉത്തര കൊറിയയെ പിണക്കാൻ ചൈനയോ റഷ്യയോ തയ്യാറാകില്ല. ഇത് പ്യോങ്യാങ്ങിന് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ രാഷ്ട്രീയ ഇളവുകൾ ലഭിക്കാൻ സഹായിക്കും. ചർച്ചകൾക്ക് വഴി തുറക്കാൻ ശ്രമിക്കുന്ന ഡൊണാൾഡ് ട്രംപിന് കിമ്മിന്റെ ഈ നിലപാട് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ആണവ നിരായുധീകരണം എന്ന അജണ്ടയില്ലാത്ത ചർച്ച നടത്തുന്നത് അമേരിക്കയുടെ പരാജയമായി ചിത്രീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഉത്തര കൊറിയൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ ആണവ നയം അതിജീവനത്തിന്റെ അടയാളമാണ്. രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ആണവായുധങ്ങൾ ഒരു അഭിമാന ചിഹ്നമായി ഉയർത്തിക്കാട്ടാൻ കിം ഭരണകൂടത്തിന് സാധിക്കുന്നു. അമേരിക്കയുടെ അധിനിവേശത്തെ തടയാനുള്ള ഏകമാർഗം ഇതാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നതിൽ കിം വിജയിച്ചു എന്ന് വേണം കരുതാൻ. പശ്ചിമേഷ്യയിലെ യുദ്ധജ്വാലകൾ ഉത്തര കൊറിയൻ ഭരണകൂടത്തിന് നൽകുന്നത് വലിയൊരു ആത്മവിശ്വാസമാണ്. ആണവായുധമില്ലെങ്കിൽ നിങ്ങൾ അടിമകളാക്കപ്പെടും എന്ന സന്ദേശമാണ് കിം ജോങ് ഉൻ ഇറാനിലെ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തന്റെ രാജ്യത്തോടും ലോകത്തോടും പറയുന്നത്. ആണവ നിരായുധീകരണം എന്ന പഴയ അജണ്ട ഇനി ചർച്ചയാകില്ലെന്ന പ്രഖ്യാപനത്തിലൂടെ പുതിയൊരു ശീതയുദ്ധത്തിന് തുടക്കമിടുകയാണ് ഉത്തര കൊറിയ. അമേരിക്കയുടെ ശത്രുതാപരമായ നയങ്ങൾ മാറ്റാതെ മേഖലയിലെ സമാധാനം പുലരില്ലെന്ന കിമ്മിന്റെ കർശനമായ നിലപാടും വരും ദിവസങ്ങളിൽ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്.